അഴിമതിപ്പണം കൈമാറാനും കള്ളപ്പണം വെളുപ്പിക്കാനുമായി രാജ്യത്ത് BJP നടപ്പിലാക്കിയ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി സുപ്രീം കോടതി റദ്ദാക്കിയതിനു പിന്നാലെ കള്ളപ്പണ കൈമാറ്റത്തിനും അഴിമതിപ്പണ കൈമാറ്റത്തിനുമായി രാജ്യത്തെ കോർപ്പറേറ്റുകളും ഭരണകക്ഷിയായ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും ഒരു പുതിയ മാർഗം കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തുവരികയാണ്. രാജ്യത്ത് UPA സർക്കാരിന്റെ കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനായി രൂപീകരിച്ച ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയുള്ള സംഭാവനകളിൽ ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയതിനു ശേഷം 5 ഇരട്ടിയിലേറെ വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് രാജ്യത്തെ പ്രമുഖ ദിനപത്രമായ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് പ്രകാരം BJP എന്ന ഒറ്റ പാർട്ടിക്ക് മാത്രം ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയുള്ള സംഭാവന വഴിയും മറ്റ് വ്യക്തിഗത സംഭാവനകൾ വഴിയും കഴിഞ്ഞ വർഷം 2023-24 വർഷത്തിൽ മാത്രം 2244 കോടി രൂപയാണ് ലഭിച്ചത് എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്. പ്രതിപക്ഷമായ കോൺഗ്രസും ഒട്ടും പിന്നിലല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവർക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് കഴിഞ്ഞ വർഷം വന്നത് തെലങ്കാന എന്ന സംസ്ഥാനത്ത് നിന്നാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അവർക്ക് ആകെ മൊത്തം 289 കോടി രൂപയാണ് ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴിയും മറ്റ് വ്യക്തിഗത സംഭാവനകൾ വഴിയും കഴിഞ്ഞ വർഷം ലഭിച്ചത്. BJP എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയുള്ള സംഭാവനകളുടെ സിംഹഭാഗവും സ്വന്തമാക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ട്രൽ ട്രസ്റ്റായ പ്രൂഡന്റ് ട്രസ്റ്റ് വഴി 2022-23 കാലയളവിൽ, അതായത് ഇലക്ട്രൽ ബോണ്ട് നിലനിൽക്കുന്ന കാലയളവിൽ ഉണ്ടായ സംഭാവനകൾ, ആകെ സംഭാവനകൾ വെറും 263 കോടി രൂപയായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 15-ന് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിയതിനു ശേഷം 1075.70 കോടിയായി, അതായത് 4 ഇരട്ടിയിലേറെ വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മറ്റ് ഇലക്ട്രൽ ട്രസ്റ്റുകളിലും സമാനമായൊരു വർധന സംഭാവനകളിൽ ഈ ഫെബ്രുവരി 15-ന് ശേഷം ഉണ്ടായതായി നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് BJP എന്ന ഭരണകക്ഷിക്ക് രാജ്യത്തെ പ്രധാനപ്പെട്ട ചില കോർപ്പറേറ്റ് ഭീമന്മാർ നൽകിയ തുകകളുടെ കണക്കാണ്. അതിൽ നമ്മുടെ കോവാക്സിൻ എന്ന കോവിഡ് വാക്സിൻ രൂപീകരിച്ച ഭാരത് ബയോടെക് എന്ന കമ്പനി മുതൽ സോളാർ നിർമ്മാണ കമ്പനികൾ വരെ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പ്രൂഡന്റ് ട്രസ്റ്റ് എന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഇലക്ട്രൽ ട്രസ്റ്റിൽ കഴിഞ്ഞ വർഷം വന്ന തുകയുടെ 70% സ്വന്തമാക്കിയത് BJP എന്ന ഒറ്റ പാർട്ടിയായിരുന്നു. ആകെ വന്ന 1075.70 കോടി രൂപയിൽ BJPക്ക് ലഭിച്ചത് 723.8 കോടി രൂപയാണ്. കോൺഗ്രസ് പാർട്ടി 156.4 കോടി രൂപയാണ് ഈ ഒരൊറ്റ ഇലക്ട്രൽ ട്രസ്റ്റ് വഴി സംഭാവനയായി സ്വീകരിച്ചത്. പിന്നെ ആ പട്ടികയിലുള്ള ബാക്കി രാഷ്ട്രീയ പാർട്ടികളിൽ പലതും പ്രാദേശിക സംസ്ഥാന പാർട്ടികളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. BRS ആണ് മൂന്നാമത് ആ പട്ടികയിലുള്ളത്. ഭാരതീയ രാഷ്ട്ര സമിതി തെലങ്കാന ഭരിച്ചിരുന്ന പാർട്ടിയാണ്. അവർക്ക് 85 കോടി രൂപയാണ് ഇലക്ഷന് മുന്നോടിയായി ഈ ഇലക്ട്രൽ ട്രസ്റ്റ് വഴി ലഭിച്ചത്. YSR കോൺഗ്രസ് ആണ്, ആന്ധ്രാപ്രദേശ് ഭരിച്ചിരുന്ന YSR കോൺഗ്രസ് ആണ് പട്ടികയിൽ 4-മതുള്ളത്. YSR കോൺഗ്രസിന് 72.5 കോടി രൂപയാണ് ഈ ഒരൊറ്റ ഇലക്ട്രൽ ട്രസ്റ്റ് വഴി മാത്രം കഴിഞ്ഞ വർഷം ലഭിച്ചത്. 5-ാം സ്ഥാനത്ത് TDP ആണ്, തെലുങ്ക് ദേശം പാർട്ടി, ഇപ്പോൾ ആന്ധ്രാപ്രദേശ് ഭരിക്കുന്ന BJPയുടെ സഖ്യകക്ഷി. അവർക്ക് 33 കോടി രൂപ ഈ ഇലക്ട്രൽ ട്രസ്റ്റ് വഴി ലഭിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പട്ടികയിലുള്ളത് ജനസേനയാണ്, മറ്റൊരു BJPയുടെ സഖ്യകക്ഷിയായ ആന്ധ്രാപ്രദേശിലെ ഭരണകക്ഷിയിൽ ഉൾപ്പെട്ട പാർട്ടി. 5 കോടി രൂപയാണ് ഈ ഇലക്ട്രൽ ട്രസ്റ്റ് വഴി സ്വീകരിച്ചത്. എന്നാൽ CPM ഈ ഇലക്ട്രൽ ട്രസ്റ്റ് വഴി എന്തെങ്കിലും പണം സ്വീകരിച്ചതായി തെളിയിക്കുന്ന കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും രാജ്യത്തെ കള്ളപ്പണ കൈമാറ്റത്തിനും അഴിമതിപ്പണം വെളുപ്പിക്കുന്നതിനും ഒരു പുതിയ മാർഗം രാജ്യത്തെ കോർപ്പറേറ്റുകളും രാഷ്ട്രീയ പാർട്ടികളും കണ്ടെത്തിയിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ വർഷം ഫെബ്രുവരി 15-നാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന അഴിമതി ബോണ്ടിനെ സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി റദ്ദാക്കുന്നു. ഇലക്ട്രൽ ബോണ്ടിന്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് ഇലക്ട്രൽ ട്രസ്റ്റ് പോലെ അത്ര സുതാര്യമായിരുന്നില്ല അതിലെ നടപടികൾ എന്നത് തന്നെയായിരുന്നു. കാരണം ഏത് ഭീമൻ, കോർപ്പറേറ്റ് ഭീമനാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ്, എത്ര തുകയാണ് കൈമാറുന്നത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ രഹസ്യമാക്കി വയ്ക്കപ്പെടുന്ന ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനയുടെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ
ആയിരുന്നു സുപ്രീം കോടതി റദ്ദാക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയുള്ള കൈമാറ്റം 5 ഇരട്ടിയോളം വർദ്ധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. എന്തായാലും രാജ്യത്തെ കോർപ്പറേറ്റുകളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും സുശക്തമായി തന്നെ തുടരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ഭീമൻ സംഭാവനകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു.